കണ്ണൻ്റെ ഊരെന്നറിയപ്പെടുന്ന കണ്ണൂർ, ഈ പേര് മാറിയത് എങ്ങനെ? അത് ബ്രിട്ടീഷുകാർക്ക് പറയാൻ കുറച്ച് വിഷമായിട്ട് കനന്നൂർ എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അത് വീണ്ടും ആലപ്പി എങ്ങനെ വീണ്ടും ആലപ്പുഴയായോ, ബോംബെ എങ്ങനെ വീണ്ടും മുംബൈ ആയോ, ഫൈസാബാദ് നന്ദിഗ്രാമായോ, ഇലഹാബാദ് പ്രയാഗ് രാജായോ, അതുപോലെ നമ്മുടെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ കണ്ണനൂർ തന്നെയാവും. ഇച്ഛാശക്തി വേണം, അല്ലാണ്ട് നടക്കില്ല. റെയിൽവേയിൽ കണ്ണനൂർ എന്നായിരുന്നു, പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കണ്ണനൂർ എന്നായിരുന്നു, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകൾക്ക് ചെന്നൈ കണ്ണന്നൂർ എന്നായിരുന്നു, മട്ടന്നൂർ, വലിയന്നൂർ, നീലാന്നൂർ, ഇടയന്നൂർ എന്നായിരുന്നു. കണ്ണൻ്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കുറേയധികം ക്ഷേത്രങ്ങളുള്ളത് കണ്ണൂരിലല്ലേ? അപ്പോൾ ആ പേര് മാറ്റിയത് കൃഷ്ണനോടുള്ള വിരോധം കൊണ്ടല്ലേ എന്നാ? മാറ്റിയത് വിരോധം കൊണ്ടൊന്നും അല്ല, അത് ഈ വായിൽ കൊള്ളാത്തതുകൊണ്ടായിരിക്കും ഉച്ചാരണത്തിൽ. ഇനി നമ്മളത് മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ഇച്ഛാശക്തി കൊണ്ടാണ്. അതിനൊറ്റ ദൃഷ്ടാന്തം മാത്രം പറയാം, ഉപസംഹരിക്കുകയാണ്. മുംബൈയിൽ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ബോംബെ ഇൻ്റർനാഷണൽ എയർപോർട്ടായിരുന്നു. കാലം മാറി, സമൂഹത്തിൻ്റെ ഇച്ഛാശക്തി ഉണർന്നു, അതിൻ്റെ പേര് മാറ്റി ഛത്രപതി ശിവജി ഇൻ്റർനാഷണൽ എയർപോർട്ടായി. കാലം വീണ്ടും മുന്നോട്ട് പോയി, സമൂഹം പറഞ്ഞു അതും പോരാ, ഇനിയും മാറ്റണം. ഇപ്പോൾ അത് ഛത്രപതി ശിവജി മഹാരാജ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഒരു സമൂഹത്തിൻ്റെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഏത് സ്ഥലനാമവും മാറ്റാൻ ഗവൺമെൻറ് തയ്യാറാവും. ആക്കേണ്ടത് സമൂഹത്തിൻ്റെ ഇച്ഛാശക്തിയാണ് എന്ന് മാത്രം പറഞ്ഞ് ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. വൈകുന്നേരം നിങ്ങളല്ല പൊതുവേദിയിൽ വരേണ്ടത്, നിങ്ങൾ വരണ്ടെന്നല്ല പറഞ്ഞത്. കുട്ടികളെ, യുവജനങ്ങളെ പരമാവധി എത്തിക്കാൻ ഇനിയുള്ള മണിക്കൂറുകളിലെങ്കിലും പരിശ്രമിച്ച് എല്ലാവരും വലിയൊരു വിജയമായി വൈകുന്നേരത്തെ കാര്യപരിപാടി മാറ്റുക. നമസ്തേ.